ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു പരവ മീൻ, വലിയ മീനാണ്. രണ്ടെണ്ണമുണ്ട് വലിയ പരവ. കട്ടിനിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കറിയാണ് കേട്ടോ. ഒരു വെറൈറ്റി കറിയാണ്. ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നടുവേ കീറി വെച്ച് കൊടുക്കാം. പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കണേ. ഒരു തക്കാളി മിക്സിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. തക്കാളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വെക്കാം. മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റും. മുളക് പൊടി ഒരു 4 ടീസ്പൂൺ കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചും കൂടി ചേർക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അരപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു വലിയ അല്ലി ഞാൻ ചെറുതാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഈ സമയത്ത് നമുക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കും. വലിയ മീനായതുകൊണ്ട് ഇപ്പോഴേ ചേർത്താലേ ഉപ്പും പുളിയൊക്കെ ഉള്ളി പിടിക്കത്തുള്ളൂ. തലയൊക്കെ കണ്ടോ, മുട്ടൻ തലയാണല്ലോ. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ കറിയാണ് കേട്ടോ.